കമൽ, കാരണം അവിടുത്തെ ജനവാസ മേഖലയിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആശങ്ക എങ്ങനെയാണ്? അവരുടെ കുഞ്ഞുങ്ങളൊക്കെ എപ്പോഴും സ്കൂളിൽ തുടരുന്നു, അവരൊക്കെ സുരക്ഷിതരാണ് എന്ന് നമ്മൾ പറയുമ്പോഴും ആശങ്ക രക്ഷിതാക്കളെ സംബന്ധിച്ചോളം ഒക്കെ ഇല്ലേ? ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങരുത്, നിരോധനാജ്ഞ നിലനിൽക്കുന്ന സമയമാണെങ്കിൽ കൂടിയും ആളുകൾ, എത്രത്തോളം ആളുകൾ ഈ കാഴ്ചയൊക്കെ കാണാനും പകർത്തുന്നതൊക്കെ നമ്മൾ നേരത്തെ ദൃശ്യങ്ങളായി നൽകിയ കാഴ്ചകളാണ് ഇപ്പോൾ കാണുന്നത്. ആളുകളൊക്കെ ഇപ്പോഴും കൂടുന്നത് കാണാനുണ്ടോ? പ്രജീഷ്, ആളുകൾ ഇപ്പോഴും ഞാൻ നിൽക്കുന്ന ഈ ഭാഗത്തൊക്കെ മുകളിലൊക്കെ ആളുകൾ നിൽക്കുന്നുണ്ട്. പക്ഷേ ഈ കുട്ടികളുടെ കാര്യമൊക്കെ ഏറെക്കുറെ സേഫ് ആയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രാവിലെ സ്കൂളിലെത്തിയ കുട്ടികളോട് അവിടെ തന്നെ തുടരാൻ ആവശ്യപ്പെട്ടിരുന്നു. അത് പക്ഷേ പിന്നീട് ആന ഇവിടെ ഈ സേഫായ ഒരു സ്ഥലത്ത് ആന എത്തിയതിനു ശേഷം കുട്ടികളെയൊക്കെ വീടുകളിലേക്ക് അയച്ചു. ഇപ്പോൾ വിദ്യാലയങ്ങളിലൊന്നും കുട്ടികളോ ഒന്നുമില്ല. ഓഫീസുകളിൽ ജീവനക്കാരൊക്കെ ഉണ്ടെങ്കിലേ ഉള്ളൂ. എന്തായാലും വിദ്യാർത്ഥികളുടെ കാര്യം രാവിലെ തന്നെ സേഫ് ആക്കിയിട്ടുണ്ട് അധികൃതർ. ഈ ആന ഈ ചതുപ്പിലേക്ക് ഇറങ്ങിയതിന് ശേഷം സ്കൂളുകളിലേക്ക് എത്തിയ വിദ്യാർത്ഥികളെ മുഴുവൻ വീട്ടിലെത്തിച്ചു. രാവിലെ ഒരു ബുള്ളറ്റിനിൽ നമ്മളൊരു UP സ്കൂളിലെ അധ്യാപിക ഇവിടെ എത്തിയിരുന്നു. അവരുമായി സംസാരിച്ചിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് രാവിലെ തന്നെ വന്ന കുട്ടികളെ തിരിച്ചയച്ചു എന്നാണ്. ആ കാര്യത്തിൽ ഒരു ആശങ്കയില്ല. പക്ഷേ എന്തായാലും ഈ ആനയെ മയക്കുവെടി വെച്ച് ഇവിടുന്ന് കൊണ്ടുപോകുന്നത് വരെ ആശങ്കയാണ്. കാരണം ഉച്ചയ്ക്ക് 1 മണി സമയത്ത് നമ്മൾ കണ്ടതാണ്. ആന ശാന്തനായിട്ടാണെങ്കിലും ആന വീടുകളുടെ ഇടയിലൂടെയാണ് പോയത്. വീടുകളുടെ മതിലിൽ മുഴുവൻ ആളുകൾ കാണാൻ നിൽക്കുകയായിരുന്നു. ആന അവർക്ക് നേരെ ഒന്ന് ജസ്റ്റ് തിരിഞ്ഞു, പക്ഷേ തിരിച്ചുപോയി. എന്താണെങ്കിലും ഈ ജനവാസ മേഖലയിൽ തുടരുന്നിടത്തോളം സമയം ആശങ്ക തന്നെയാണ്. കാരണം ആന ഈ ഒരു ഏരിയയിൽ നിന്ന്, ഈ കിടക്കുന്ന ഈ പാടം പോലെ കിടക്കുന്ന ഈ ചതുപ്പ് പ്രദേശത്ത് നിന്ന് ആന എങ്ങോട്ട് മാറിയാലും ടൗണാണ്, ജനവാസ മേഖലയാണ്, ആശുപത്രി. നമ്മൾ പല ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. ആന ജനവാസ മേഖലയിൽ എത്തിയ നിമിഷങ്ങൾ, വാഴത്തോട്ടത്തിലേക്ക് വന്നത്, കർണാടകയിൽ നിന്നും പിടികൂടിയ ആ സമയത്ത് ദൃശ്യങ്ങൾ, ദൗത്യത്തിനായി കുങ്കികൾ. ഒരു ദൃശ്യം വളരെ പ്രധാനപ്പെട്ടതാണ്. കുങ്കികൾ ഇപ്പോൾ ഏത് പ്രദേശത്താണുള്ളത്? ഈ ആന നിൽക്കുന്ന സ്ഥലത്ത് നിന്നും എത്ര ദൂരമുണ്ട്? മിഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട പ്രക്രിയ എന്നുള്ളത് അത് വലിയ ഒരു അളവിൽ, കാരണം ഈ പറയുന്ന സുരേന്ദ്രനായും സൂര്യയായും ഒക്കെ നേരത്തെ ഇത്തരത്തിൽ നാടിറങ്ങി വിറപ്പിച്ച ആളുകളൊക്കെയാണ്. അവരെയും മെരുക്കി ഇത്തരത്തിൽ എത്തിച്ചതാണ്. അപ്പോൾ നല്ല അനുഭവശേഷിയും ഇത്തരത്തിൽ ഒരുപാട് ആനകളെയൊക്കെ നിയന്ത്രിച്ച് മെരുക്കിയ അരിക്കൊമ്പനെയൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ? അവിടെ മെരുക്കി എത്രത്തോളം പുഷ് ചെയ്താണ് വാഹനത്തിലേക്ക് കയറ്റിയത് എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ. അപ്പോൾ ഇവരൊക്കെ ഇനി എത്തുക എന്നുള്ളതിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ദൃശ്യങ്ങൾക്ക് പുതുതായ ദൃശ്യങ്ങളൊക്കെ. അപ്പോൾ എത്രത്തോളം ദൂരമുണ്ട് ഈ ആനയും ഈ കുങ്കി ആനയും തമ്മിലുള്ള? ഇപ്പോൾ എത്തിയ 2 കുങ്കിയാനകളും ഈ പ്രദേശത്ത് തന്നെയുണ്ട്. ഒന്ന് ഒരു ഭാഗത്തും മറ്റൊരു ഭാഗത്ത് 2 ആനകളെയും 2 ഭാഗത്തായി നിർത്തിയിട്ടുണ്ട്. ആദ്യം 2 ആനകളെ കൊണ്ട് ഇറക്കിയത് വനംവകുപ്പിന്റെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവിന് സമീപത്തായിരുന്നു. അവിടെ നിന്ന് ആനകളെ നടത്തിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ അധികം ദൂരെയല്ലാതെ അടുത്ത് തന്നെ ഈ ആനകൾ നിലയുറപ്പിച്ചിട്ടുണ്ട്. പ്രതീഷ് പറഞ്ഞതുപോലെ വടക്കനാട് കൊമ്പൻ എന്നറിയപ്പെട്ടിരുന്ന ഈ വിക്രം ഒരു കാലത്ത് വയനാട്ടിലെ സുൽത്താൻ ബത്തേരിക്കടുത്ത് വടക്കനാട് ഗ്രാമത്തെയും അതുപോലെ അതിനടുത്ത് കൂടല്ലൂർ പ്രദേശത്തെയൊക്കെ വിറപ്പിച്ച ആനയാണ്. അവിടെ നിന്ന് പിടികൂടി മെരുക്കി കുങ്കിയാനെ ആക്കുകയായിരുന്നു. ഇപ്പോഴും ഒരു സെമി വൈൽഡ് സ്വഭാവം കാണിക്കുന്ന ആനകളാണ് ഇതൊക്കെ തന്നെ. അതുകൊണ്ട് അവർ ഇത്തരം ദൗത്യങ്ങളിൽ വളരെ പരിചയസമ്പത്തുള്ള ആനകളാണ്. സമീപകാലത്തെ ദൗത്യങ്ങളിലൊക്കെ പങ്കെടുത്തവരാണ് വിക്രം, സൂര്യ, സുരേന്ദ്രൻ, ഭരത് തുടങ്ങിയ ആനകളൊക്കെ. എന്തായാലും ആ ആനകൾ തന്നെയാണ് ഈ ദൗത്യത്തിലെ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത്. 2 ആനകൾ ഈ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. സുരേന്ദ്രൻ എത്തിയോ എന്ന കാര്യത്തിൽ നമുക്ക് വിവരം ലഭിച്ചിട്ടില്ല. ഏകദേശം ആ മാനന്തവാടിയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി എന്തായാലും ഓപ്പറേഷൻ വലിയ താമസം ഉണ്ടാകില്ല. ഓൾറെഡി എന്തായാലും ഒരു മിഷൻ കഴിഞ്ഞ് അടുത്ത ഇടയ്ക്കാണ് ആ മിഷൻ പൂർത്തിയാകുന്നതും. അപ്പോൾ GPS കോളർ, റേഡിയോ കോളർ എന്തായാലും കഴുത്തിലുണ്ട്. അതുകൊണ്ട് ഇനി പിടികൂടിയായാലും അതിൻ്റെ സിഗ്നൽ സംവിധാനങ്ങൾ അത് ലഭ്യമാകുന്നു എന്ന പരിശോധനയൊക്കെ ആയിരിക്കുമോ? അത് ഓക്കെ ആണെങ്കിൽ പിന്നെ മാറ്റേണ്ടതില്ല, അത് തന്നെ തുടരുമോ? കമൽ, അതിന്റെ പ്രജീഷ്, ഈ സിഗ്നൽ ഇന്നലെ വരെ ലഭിച്ചിരുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് വേറെ തകരാറൊന്നും ഉണ്ടാകില്ല. അതുകൊണ്ട് വേറൊരു റേഡിയോ കോളർ സ്ഥാപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. എന്തായാലും ആന ദൗത്യം ഉടൻ തന്നെ തുടങ്ങും. ആനയുടെ മൂവ്മെന്റ് അവിടെ എന്തോ നടക്കുന്നുണ്ട് എന്ന് പറയുന്നു ഈ ഭാഗത്ത്. ശരി കമൽ, എന്തായാലും അത് ശ്രദ്ധിക്കുക. ദൃശ്യങ്ങൾ നമുക്ക് എത്തിക്കാൻ കഴിയുമെങ്കിൽ അത് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക.